ഇവിടെ ഞാൻ പറഞ്ഞുതരാം. മെറ്റൽ റൂഫ് കൊടുക്കുമ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ എലിവേഷൻ പ്രകാരം ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് നേരെ വന്നിട്ട്, അതായത് മെറ്റൽ റൂഫ് ഈ സ്ലാബിലാണ് ടച്ച് ആയിട്ടുണ്ടായിരുന്നത്. ഈ സ്ലാബിൽ ടച്ച് ചെയ്തിട്ട് ഒരു 3 അടിയോളം പുറത്തേക്കാണ് പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോർണറിലേക്ക് കണക്ക് നടന്നു വരാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതിങ്ങനെ സ്ലോപ്പായിട്ട് വരികയല്ലേ. സ്ലോപ്പായിട്ട് വരുമ്പോൾ ഈ ഒരു കോർണറിലേക്ക് ഒരിക്കലും നമുക്ക് നടന്നു വരാൻ പറ്റില്ല. അങ്ങനെ നടന്നു വരാൻ പറ്റാണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കണ്ടില്ലേ, പണ്ടത്തെ വീട്ടിൽ, ഇവിടെ കോട്ടയത്തുള്ള കാര്യമായിട്ടാണ് പറയണേ, മരപ്പട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എലി, ഇതൊന്നും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് നല്ല ആർക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കോർണർക്ക് നമുക്ക് എക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്നുള്ള സ്ലോപ്പ് നേരെ വന്നിട്ട് ഓട് തുമ്പം തട്ടിയിരിക്കണം. ഓട് തുമ്പം തട്ടിയിരിക്കുമ്പോൾ നേരെ ഈ ഇതിൻ്റെ മുകളിലത്തെ വെള്ളം ഈ പാത്തിയിൽ വന്ന് വീഴും. പാത്തിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ്, അതായത് സാധാരണ ഒരു ഏതിൻ്റെ അക്വസ്റ്റാറിൻ്റെ ഏതിൻ്റെ പാത്തി വയ്ക്കുകയാണെങ്കിലും ഒരു 8 ഇഞ്ചോ 10 ഇഞ്ചോ ഉണ്ടാവുള്ളൂ. ഇത് 60 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിലിപ്പോൾ തന്നെ കണ്ടില്ല, അത്യാവശ്യം വെള്ളം ടാങ്ക് പോലെ സ്റ്റോറേജ് ആണ്. പിന്നെ 4ക്ക് 3ൻ്റെ ഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്, 6 എണ്ണം. ഹായ്, നമ്മളെ മോനപ്പള്ളിയുള്ള സൈറ്റാണ് കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടാകുമ്പോൾ നമ്മൾ ഡിസൈൻ ഷീറ്റൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ, ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാത്തി രൂപത്തിൽ ചെയ്യാനായിട്ട്. അതായത് ഇതിൻ്റെ എലിവേഷനിലുള്ള ഓട് അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് ഇറക്കണ രീതിയിൽ ചെയ്യാനായിട്ടാണ് ഫ്രണ്ടിൽ നമ്മൾ ഇത്രയും ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 13 ഇഞ്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം 5 ഇഞ്ച് സ്ലാബും അതിൻ്റെ മുകളിൽ ഒരു 8 ഇഞ്ച് ഈ ബീഡിങ്ങും. അതിൽ ഡിസൈൻ ഉണ്ട്, പക്ഷേ ഈ പലക ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ അത് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഈ വീട് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലി നമ്മളെ വീട് 12 അടിയായിരുന്നു. പിന്നെ ഒരു 5 ഇഞ്ച് മെയിൻ സ്ലാബ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു 2.5 അടി പാരപ്പറ്റും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാരപ്പറ്റും വന്നാണ് ഇനി നമ്മളിങ്ങോട്ട് ചെരിവ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ചെരിവ് എടുക്കുമ്പോൾ എന്താണ് ഒരു ചെറിയൊരു ഇതുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുകളിൽ പോയിട്ട് പറഞ്ഞുതരാം, അപ്പോഴേ ഉള്ളൂ കറക്റ്റ് മണം. അപ്പോൾ നമ്മളത് ഫ്രണ്ട് സൈഡ് മൊത്തം റൂഫിൽ കവർ ചെയ്യാവുമ്പോഴേ ഇതിൻ്റെ ഷെയ്ഡും അതേപോലെ തന്നെ, ഇതാണ് ഇപ്പോൾ നമ്മളെ മെയിൻ എൻട്രൻസ് സ്റ്റെപ്പ്. ഇവിടെയാണ് സ്റ്റെപ്പ് വരാൻ പോകുന്നത്. മെയിൻ ഡോർ ഇതിലുമാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഫുള്ളി കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ബാക്കി ഒരു 4 കള്ളി വരണ്ട, 4 കള്ളി നമ്മൾ ഡിസൈൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു ഇത് ഫുള്ളായിട്ടൊന്നുമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വരാന്ത ടോട്ടലി പ്ലെയിൻ ആയി പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പല ഡിസൈൻ ആക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, മുകളിൽ നിന്ന് കാണിച്ചു തരുമ്പോഴാണ് ആ ഡിസൈനുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഈ വീടിൻ്റെ ഉള്ളിൽ എല്ലാവരും കണ്ടതാണ്, ഇതിൻ്റെ മുന്നത്തെ വീഡിയോസും കിടക്കുന്നുണ്ട്. അപ്പം അതെന്നുള്ളൊരു പുതിയ അപ്ഡേഷൻ എന്താ വെച്ചാൽ, ഇതിൻ്റെ മുന്നേ സ്റ്റെയർ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇതിനിപ്പോൾ ക്ലയൻറ്റിന് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്താലേ ഉള്ളൂ ക്ലയൻറ്റും കാണുക. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആദ്യം ഇവിടെ സ്റ്റെയർ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പറയുക ചെയ്യാലോ, ഇതിലെങ്ങനെ സ്റ്റെയർ വരും, ഇവിടെ ലാൻഡിങ് വരും എന്നൊക്കെ നമ്മൾ പറയുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ശരിക്ക് വീടിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാൻഡിങ് പുറത്തേക്ക് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് 90 സെൻറ്റിമീറ്റർ നമ്മൾ പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ ലാൻഡിങ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ കറക്റ്റ് 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് വയസ്സായ ആൾക്കാർക്കും കയറാൻ പറ്റുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആകെ ഒരു അമ്മച്ചേ ഉള്ളൂ. മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഇതും വരുന്നില്ല, വെറും റൂഫിങ് മാത്രമേ ഉള്ളൂ. മുകളിൽ റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എപ്പോഴും കയറി ഇറങ്ങേണ്ട ഒരു സ്റ്റെപ്പല്ല, എന്നാലും സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ കൊടുത്തത്. കാരണം ചില സൈറ്റുകളിൽ നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടാറില്ല. സ്പേസ് കിട്ടാത്ത സ്ഥിതിക്കാകുമ്പോഴാണ് നമുക്ക് സ്റ്റെപ്പിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ വാഷ് ബേസിൻ ഏരിയ ഫസ്റ്റ് ഇവിടെ ആയിരുന്നു അല്ലേ അമ്മ? ഇവിടെ ഈ ഒരു കോർണറിലായിരുന്നു അതിൻ്റെ വാഷ് ബേസിൻ വന്നിരുന്നത്. അതായത് ഈ ബാത്റൂം കഴിഞ്ഞിട്ട് അപ്പുറത്തെ പോർഷൻ. അത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നല്ലൊരു പാസേജ് കിട്ടി. അത്യാവശ്യം നല്ല ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാലും ഇപ്പോൾ ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ആ ആൾക്ക് ശല്യം ഉണ്ടാവില്ല. അധിക വീടുകളിലും കാണുന്നതാണ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ് ബേസിൻ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഒരു ഗസ്റ്റ് വന്നു, ആൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആൾ പോയി കൈ കഴുകണ സമയത്ത് അവിടെ കുൽക്കുഴിയിലും തുപ്പലായിട്ടൊക്കെ അല്ലേ, ചില ആൾക്കാർക്ക്, ഇന്നെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് കാർപ്പലിച്ച് തുപ്പേണ്ടി വരും. അത് വളരെ മോശമുള്ളൊരു പരിപാടിയാണ്. അപ്പം മാക്സിമം
ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വാഷ് ബേസിൻ കൊടുക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കുറച്ച് ദൂരത്തേക്ക് നടന്നു പോയാലും കുഴപ്പമില്ല. പിന്നെ നമ്മളെ വീട്ടിലത്തെ ആൾക്കാരാകുമ്പോൾ നമുക്കിതൊന്നും വിഷയം വരുന്നില്ല. ഈ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പല ഐഡിയസിൽ വെച്ചിട്ടിരിക്കുന്ന സാധനമാണ്. പൂള് വേണോ മറ്റേ കൊട്ടിയാടാക്കണോ? ഇനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂളാക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ മെയിൻ്റനൻസ് വേണം. പറഞ്ഞില്ലേ, നമ്മളെ ക്ലയൻറ്റുകളൊന്നും ഇവിടെ ഇല്ലാത്തതാണ്, പിന്നെ അമ്മച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൂളാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യണം. ഇനി ഫിഷ് ടാങ്ക് ആക്കി കഴിഞ്ഞാലും പ്രശ്നം, ഫിഷുകൾക്ക് നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അത് പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ആ സാധനം അഭംഗിയാവും. പിന്നെ വേറെയുള്ളൊരു നല്ലൊരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങോട്ട് വാമോ, ആ സ്റ്റെപ്പിൻ്റെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കൊടുക്കാം. സ്റ്റെപ്പിൻ്റെ അടി മാത്രം ആക്കിയിട്ട് അവിടെ വെള്ളച്ചാട്ടം ചെറിയൊരു ഇത് കൊടുത്തിട്ട് ഇതിൽ ഒരു സിറ്റിംഗ് ഏരിയ കൊടുക്കാം അല്ലേ. കുറച്ചും കൂടി താഴ്ന്ന് ഇരിക്കാൻ പറ്റുന്ന പോലെ ഒരു സിറ്റിംഗ് ഏരിയ നല്ലതാണ്. കാരണം ഇപ്പോൾ അത് വലിയൊരു ഹാളാണ്. അപ്പോൾ ഒരു ഫാമിലി ഗാദറിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അടുക്കളയിലിരുന്ന് വർത്തമാനം പറയാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് വർത്തമാനം പറയാം. അതായത് എല്ലാവർക്കും ഇൻഡിവിജ്വൽ സ്പേസ് ആക്കിയിട്ട് കൊടുക്കാം അല്ലേ. കുറേ ആൾക്കാർക്ക് അവിടെ പോയി നുണ പറയാം, കുറേ ആൾക്കാർക്ക് ഇവിടെ നിന്ന് നുണ പറയാം. അപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് കിട്ടുക. ഓൾറെഡി ഈ വീട്ടിൽ 2 ലിവിങ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി ആക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സിറ്റിംഗ് ഏരിയ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു ഏരിയ ഇതിൻ്റെ മുകളിൽ റൂഫ് ചെയ്യണം. അപ്പോൾ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അപ്സ്റ്റെയർ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് മാക്സിമം ഒരു 7.5 അടി ഹൈറ്റ് കിട്ടിയാൽ മതി. അതായത് ഡോറിൻ്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് ആ ചുമരിന് മതി. അപ്പോൾ അത്രയും ചുമര് മുകളിൽ വെച്ചാലേ ഉള്ളൂ. മെയിനായിട്ട് അത് ചെയ്യേണ്ട ഒരു ഇതെന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഇത് ഒരു നില വീടൊക്കെ ആകുമ്പോഴേ വാട്ടർ ടാങ്ക് ഒരു വലിയ ഇഷ്യൂ ആണ്. അതും മിനിമം ഒരു 2000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കെങ്കിലും കയറണ്ടേ. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം 20 അടിയോളം വീതി ഇത്ര ഇതുണ്ട്. അപ്പോൾ വേറെ സപ്പോർട്ടിങ് ചുമരുകളൊന്നുമില്ല മിഡിലിൽ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നടുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് വാട്ടർ ടാങ്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വാട്ടർ ടാങ്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുക എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന ചുമരുണ്ടല്ലോ, അപ്പോൾ വാഷ് ബേസിന് ഇരിക്കുന്നതും ആ ചുമര്, ഈ ഒരു ടീ കാണുന്ന ചുമര് കംപ്ലീറ്റ് ഇതൊക്കെ 8 ഇഞ്ചിൻ്റെ ചുമരാണ്. ഈ ഒരു കാണുന്ന ചുമര് അടി മുതൽ 8 ഇഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 8 ഇഞ്ചിൻ്റെ ചുമര് നേരെ 7 അടി വരെ കൊണ്ടുപോയിട്ട് 7.5 അടി വരെ കൊണ്ടുപോയിട്ട് വാട്ടർ ടാങ്കിൻ്റെ ലോഡ് മൊത്തം ഈ ഒരു ചുമരിൽ വരുന്ന മാതിരിയാവും ചെയ്യുക. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു പാസേജ്. ഈ പാസേജ് തികച്ചും വീടിൻ്റെ ഔട്ട് സൈഡിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ മോനൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ടല്ലോ. ബേ വിൻഡോ നമ്മൾ ഓൾറെഡി 60 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 60ൻ്റെ അതിനേക്കാൾ ഒരു 30 സെൻറ്റിമീറ്ററും കൂടി ഈ ഒരു പാസേജ് അധികം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് നോക്കി നോക്കാമ്പോൾ ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ നിന്നൊരു ഇത് കിട്ടും. അപ്പോൾ താഴത്തുനിന്ന് പറഞ്ഞ ആ ഒരു ഇത് ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ അമ്മൂന് കാണാനല്ലേ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഷെയ്ഡിൻ്റെ ഉള്ളിൽ പാത്തിയാക്കിയെന്നുള്ളത്. ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ആ ഡിസൈനൊക്കെ ഇവിടുന്ന് ശരിക്കും കാണാം. ഒന്നും കൂടി സൂം ചെയ്ത് നോക്കാം, അടിയത്തെ ഡിസൈൻ കാണാൻ പറ്റും. അത് ഫുള്ള് പൊളിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഇതുണ്ട് എന്നുള്ളത് അറിയാം. മുകളിൽ പോയിട്ട് കറക്റ്റായിട്ട് അത് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ താഴത്തുനിന്നുള്ള ആ ചുമര് ഇവിടെ 8 ഇഞ്ചിൽ നമ്മളിത് പൊക്കണത്. അപ്പോൾ എല്ലാ സൈഡും പാരപ്പറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചുമര് 8 ഇഞ്ചിൽ പൊക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ വെള്ള ടാങ്ക് വെക്കാനേ പറ്റില്ല. അതേപോലത്തെ 2000 ലിറ്ററിൻ്റെ വെള്ള ടാങ്ക് ആവും വരിക. അപ്പോൾ ആ ടാങ്കിന് ഫുള്ള് ലോഡ് ഇതുമ്പോൾ തന്നെ 2000 അല്ല, അവർക്ക് 5000 ലിറ്റർ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. കാരണം ഈ ഒരു അടി മുതൽ തന്നെ ഈ ഒരു ചുമര് 8 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം എത്ര വെയിറ്റ് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ വെക്കാം. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു 4 പില്ലറിലിട്ട് അതിൻ്റെ മുകളിൽ തന്നെ അത്യാവശ്യം ലോഡുള്ള വെള്ള ടാങ്ക് വെക്കാം. അപ്പോൾ അത് ഇത്രയും ലെങ്തി 8 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് ചുമര് വരുന്ന സമയത്ത് സുഖമായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പോർഷനിലാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് മെയിൻ ഡോറ് വരിക. അല്ല, മെയിൻ ഡോറല്ല, മുകളിലേക്കുള്ള കോണി നേരെ കയറി വന്നിട്ട് ഇതാണ് എൻട്രൻസ് വരിക കേട്ടോ. ഈ ഒരു സി ടൈപ്പിലുള്ള ചുമരാണ് നമുക്ക് പൊക്കേണ്ടത്. ഇതിൻ്റെ അവിടേക്കുള്ളതുണ്ടല്ലോ അമ്മ, ആ ഒരു സൈഡ് ഇങ്ങനെ ഫുള്ളി ചുമര് വരില്ല. അപ്പോൾ നമ്മൾ ആ അടിയിലെ കമ്പിട്ട ഒരു പോർഷനല്ലേ, അവിടെ ഒരു ചെറിയ ചുമര് മാത്രമേ വരുള്ളൂ. കാരണം അത് ഓപ്പൺ വിൻഡോ അല്ലെങ്കിൽ ഗ്രില്ല് ആ ഒരു രീതിയിൽ ചെയ്യാ വെച്ചിട്ടാണ്. അതായത് അത്യാവശ്യം വെളിച്ചം കിട്ടണം, എയറും കിട്ടണം. പിന്നെ കൊതു കാര്യങ്ങളൊക്കെ കയറാണ്ടിരിക്കാനുള്ള പുതിയ ടെക്നോളജി, മോസ്കിറ്റോ നെറ്റ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് അതും ഭംഗിയാക്കണം. ഇതിപ്പോൾ ഫുൾ റൗണ്ട് പാരപ്പറ്റ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പാരപ്പറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ, ഇപ്പോൾ ഇതിൻ്റെ ഒരു എലിവേഷൻ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും.
ഇവിടെ കോട്ടയം ഭാഗങ്ങളിലുള്ളൊരു ഇതെന്താ വെച്ചാൽ എല്ലാ ആൾക്കാർക്കും ഏത് വീട് വേണമെങ്കിൽ നോക്കിക്കോ, ആ വീട് നോക്കി നോക്ക്, ഇനി നേരെ ബാക്കത്തെ വീട് നോക്കി നോക്ക്, എല്ലാത്തിനും ഞാൻ അങ്ങോട്ട് നോക്കി നോക്ക്, ഇവിടെ ഒന്നാ അതൊരു വീട് അവിടെ, അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേ. എല്ലാ വീടും ഇവര് മുകളില് മെറ്റൽ റൂഫ് ചെയ്തിട്ട്, അതായത് ഇവിടുന്ന് ഇനിയിപ്പോ ഒക്കെ പോട്ടെ, ഞാൻ കുറെ ലോങ്ങിൽ അപ്പുറത്തൊരു വീടുണ്ട്, ആ മലയുടെ മുകളത്തെ വീട്, അതൊന്ന് സൂം ചെയ്ത് നോക്കെ. മെറ്റൽ റൂഫ് ഇല്ലാത്ത വീട് പറഞ്ഞ സാധനം ഇവിടെ അല്ലേ, എല്ലാ വീടിനും ഇവിടെ മെറ്റൽ റൂഫുമാണ്. ഈ മെറ്റൽ റൂഫ് കൊടുക്കുമ്പോഴൊരു ഇവിടെ ഞാൻ പറഞ്ഞുതരാം. മെറ്റൽ റൂഫ് കൊടുക്കുമ്പോഴുള്ളത് എന്താ വെച്ചാൽ, ഇതിന്റെ എലിവേഷൻ പ്രകാരം ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് നേരെ വന്നിട്ട്, അതായത് മെറ്റൽ റൂഫ് ഈ സ്ലാബിലാണ് ടച്ച് ആയിട്ടുണ്ടായിരുന്നത്. ഈ സ്ലാബിൽ ടച്ച് ചെയ്തിട്ട് ഒരു 3 അടിയോളം പുറത്തേക്കാണ് പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോർണറിലേക്ക് കണക്ക് നടന്നു വരാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതിങ്ങനെ സ്ലോപ്പായിട്ട് വരികയല്ലേ. സ്ലോപ്പായിട്ട് വരുമ്പോൾ ഈ ഒരു കോർണറിലേക്ക് ഒരിക്കലും നമുക്ക് നടന്നു വരാൻ പറ്റില്ല. അങ്ങനെ നടന്നു വരാൻ പറ്റാണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കണ്ടില്ലേ, പണ്ടത്തെ വീട്ടിൽ, ഇവിടെ കോട്ടയത്തുള്ള കാര്യമായിട്ടാണ് പറയണേ, മരപ്പട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എലി, ഇതൊന്നും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് നല്ല ആർക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കോർണർക്ക് നമുക്ക് എക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരാൾക്ക് ഒരാൾ അല്ലേ, ഒരു 5 അടി ഹൈറ്റേലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ശല്യം പിന്നെ ഒരിക്കലും വരില്ല. കാരണം സുഖമായിട്ട് ഒരാൾക്ക് ഇനി ഒരു ക്ലീൻ ആക്കാൻ തന്നെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഓപ്പണായ സ്ഥലത്ത് ഒരിക്കലും മരപ്പട്ടിയും കാര്യങ്ങളും വരില്ല. ഇവർ ഓടും ഇതും തിങ്ങി കിടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർ പെർമനന്റ് സ്ഥലമാക്കിയിട്ട് അവർ ഏറ്റെടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഫ്രണ്ടത്തെ കാര്യം പറഞ്ഞുതരാം. ഇത് ഈ എന്നിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, പെർമനന്റ് കോണിയൊന്നും ഇല്ലല്ലോ. കാരണം ഇതിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുക. പണിയെടുക്കുന്ന സമയത്ത് അവർ കോണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കള്ളി ആക്കിയിട്ട് ഇവിടെ തിരിക്കാണ്ടായ കാരണം, ഇത് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് തന്നെ പ്ലെയിൻ ആയിട്ട് ചെയ്യായിരുന്നു. മൊത്തം നമ്മൾ പ്ലെയിൻ ആക്കി ചെയ്യാണ്ട് ഇവിടെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, ഇവിടെ കുറച്ച് കമ്മിയിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് ഭയങ്കര ഇതാവില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്റീരിയൽ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പോൾ എന്തായാലും ഇവിടെ റൂഫിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല, പക്ഷെ അത് ഫ്ലാറ്റ് റൂഫ് ആക്കിയിട്ട് കടന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്, ഇതിലേക്ക് ഞാൻ ഇറങ്ങേണ്ടത് ഇപ്പം തന്നെ പാത്തിയായിട്ടാണ് കിടക്കണത് അല്ലേ. ഈ ഒരു സ്പേസ് ഇതേ ഈ റൂഫിങ് ചെയ്യുമ്പോഴുള്ളൊരു ഇതെന്താ വെച്ചാൽ, ഞാൻ ഇതേപോലത്തെ പറഞ്ഞപ്പോൾ അറിയാലോ, തൃശ്ശൂർ നമ്മൾ തോമസ് ചേട്ടൻ്റെ വീട് ചെയ്തപ്പോഴും ഇതേപോലൊരു കോൺക്രീറ്റാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തത് അല്ലേ. പക്ഷേ മെറ്റൽ റൂഫിങ്ങും ഇതിപ്പോൾ നമ്മളൊരു ഐഡിയ പ്രകാരം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മെറ്റൽ റൂഫിങ് നമ്മളല്ല വേറൊരാളാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ മെറ്റൽ റൂഫിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഞാനും ഇൻഡസ്ട്രിയൽ പണിക്കാരനാട്ടോ, അത് ആദ്യം പറയാം, അവർ കുറ്റം പറയണതല്ല, ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ശരിയാണോ ഇല്ലെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ശരിക്ക് ഞാൻ തോമസ് ചേട്ടൻ്റെ അവിടെ വിചാരിച്ചിരുന്നത് ഇതേപോലെ ഞാൻ ബീം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഫ്ലാറ്റ് ആക്കി എടുത്തിട്ട് ഓട് വരുമ്പോൾ ഇവിടെ ഫ്ലഷ് ആവണ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ റൂഫ് ചെയ്ത സമയത്ത് എന്തായി, ഇവിടെ ഇതിൻ്റെ മുകളിലൊരു 3.1 ഒരു ഉത്തരം കൊടുത്തു, അതിൻ്റെ മുകളിലൊരു 3.1 വീണ്ടും ഒരു പൈപ്പ് കൊടുത്തു, അതിൻ്റെ മുകളിൽ പട്ടിക അടിച്ച് ഓട് വന്നപ്പോൾ എന്തായി, ഈ ഹൈറ്റായി. അപ്പോൾ എന്തുണ്ടായി, പിന്നെ ഈ മറ്റേ ബീമും ഇതിൻ്റെ ഈ കഴുക്കോലിൻ്റെ ഗ്യാപ്പും തമ്മിൽ മാച്ചാക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ സാധനം വെച്ചിട്ട് കവർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മെറ്റൽ റൂഫിങ് എങ്ങനെ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ അമ്മ നിൽക്കണതിൻ്റെ അവിടെ നിന്നുള്ള സ്ലോപ്പ് നേരെ വന്നിട്ട് ഓട് തുമ്പം തട്ടിയിരിക്കണം. ഓട് തുമ്പം തട്ടിയിരിക്കുമ്പോൾ നേരെ ഈ ഇതിൻ്റെ മുകളിലത്തെ വെള്ളം ഈ പാത്തിയിൽ വന്ന് വീഴും. പാത്തിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ്, അതായത് സാധാരണ ഒരു ഏതിൻ്റെ അക്വസ്റ്റാറിൻ്റെ ഏതിൻ്റെ പാത്തി വയ്ക്കുകയാണെങ്കിലും ഒരു 8 ഇഞ്ചോ 10 ഇഞ്ചോ ഉണ്ടാവുള്ളൂ. ഇത് 60 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിലിപ്പോൾ തന്നെ കണ്ടില്ല, അത്യാവശ്യം വെള്ളം ടാങ്ക് പോലെ സ്റ്റോറേജ് ആണ്. പിന്നെ 4ക്ക് 3ൻ്റെ ഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്, 6 എണ്ണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ സിമ്പിളായിട്ട് പോവും. പിന്നെ അത് മാത്രമല്ല മെയിൻ്റെനൻസ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഇതുണ്ടല്ലോ, ഇതോടൊക്കെ മരങ്ങളാണ്. അപ്പോൾ ഒരുപാട് ചെറിയ പാത്തിയാണെന്നുണ്ടെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് ഈ ഇലകളൊക്കെ വന്നിട്ട് ഈ ഓടുമ വീഴും, ഈ ഓടുമ്പോൾ നേരെ പാത്തിയിൽ വരും. പിന്നെ ആ പാത്തിയിൽ ഓട് കൂടിയിട്ട് വെള്ളം പോകാത്തൊരു പ്രശ്നം വരും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, പുറത്തുനിന്ന് തന്നെ ഒരാൾക്ക് ഒരു കോണി എന്തെങ്കിലും വെച്ച് കയറിയാൽ ഇത് സുഖമായിട്ട് അടിച്ച് വൃത്തിയാക്കാൻ പറ്റും. പിന്നെ ഇപ്പം നേരത്തെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ഈ ഒരു സാധനം ഇവിടെ 8 ഇഞ്ചിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോയെന്ന്.
8 ഇഞ്ച് വെക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല വലിയൊരു ഏരിയ ആണ്, 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് വെള്ളം പകുതി പോർഷനത്തെ വെള്ളം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കാണ് വരിക. ആ ഫ്രണ്ടിലേക്ക് വരും, പിന്നെ അത് കഴിഞ്ഞാൽ ഇതുമ്മയ്ക്ക് ചാടിയിട്ട് കംപ്ലീറ്റ് വെള്ളം ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വരും, അതേപോലെ ബാക്കിലേക്കും പോകും. അപ്പോൾ ഒരുപാട് വെള്ളം വരും. അപ്പോൾ ചെറിയ പാത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഫോഴ്സിനനുസരിച്ചിട്ട് ഇത് ചിലപ്പോൾ ചാടി മറിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 8 ഇഞ്ച് ഹൈറ്റ് ആക്കിയിട്ട് കൊടുത്തത്. പാത്തി ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ്. ഇനി അമ്മിനും കൂടെ ഇറങ്ങാൻ പറ്റില്ല, അപ്പം ഞാനൊന്ന് പാത്തി മാത്രമായിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ 2 സൈഡ് മൂല മടക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ പാത്തിയും വെച്ചിരിക്കുന്നത്. അതായത് ഫ്രണ്ടേജ് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു കോടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്കും കൂടി കവർ ചെയ്യണ പോലെയാണ് നമ്മൾ പാത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലെ എലിവേഷന് ഇതാക്കാൻ വേണ്ടി, കാരണം ഇത് അത്രയും ഇതിൽ നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇത്രയും ലെങ്ത്തിൽ ഇത്രയും ഹൈറ്റിൽ ഈ ഡിസൈനൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ പണിയൊക്കെ ഒരുപാട് അധികം വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷെയ്ഡ് തന്നെ 60 സെൻറ്റിമീറ്റർ വെച്ചിട്ടുണ്ട്. അതും കൂടാണ്ട് നമ്മളെ സ്റ്റെപ്പ് ഫ്രണ്ടിലെ സ്റ്റെപ്പിൻ്റെ അവിടെ 1.10 നമ്മൾ വീണ്ടും പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വീടിൻ്റെ തറയുടെ അതിൻ്റെ ഉള്ളിലാണ് ശരിക്ക് ഇത് വരുന്നത്, സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പുമ്പം തന്നെ ഈ ഒരു കാണുന്ന അത്രയും സ്പേസ് നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു സ്റ്റെയർ എന്ന് പറയണത് ഇത് നമ്മളെ പോർച്ചിൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഗ്യാപ്പാണ്. ഇത് നമ്മളിത് മുകളിൽ റൂഫിങ് വന്നതിന് ശേഷം ഈ കാണുന്ന അടിയിലത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റീരിയറിൽ സീലിംഗ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ആക്കുക. അപ്പോൾ ഇത് ഒരു ഡിസൈനാവും, നടുക്ക് ഓൾറെഡി പ്ലെയിൻ ആക്കി, അപ്പുറത്ത് വേറെ ഡിസൈൻ. ആ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ 12 അടി വീട് പാരപ്പറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഹൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം സ്ലോപ്പ് വേണം, എന്നാലുള്ള ഫ്രണ്ടിൽ നമുക്ക് എലിവേഷൻ കാണാൻ ഒരു ലുക്ക് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ എലിവേഷനിൽ വരുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഒരൊറ്റ ഡ്രോപ്പാണ്. ഇത് അങ്ങനെ ആയിരിക്കില്ല. ഇത് നമ്മൾ ഇപ്പോൾ ഈ പാരപ്പറ്റിൻ്റെ ഹൈറ്റിൽ നിന്നായിരിക്കും നമ്മൾ ഇതിലേക്ക് സ്ലോപ്പ് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഈ പാരപ്പറ്റിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 അടിയോളം ഹൈറ്റ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിപ്പോൾ ഈ അമ്മ നിൽക്കണ ഈ കള്ളികൾ ഗ്ലാസോ അങ്ങനത്തെ എന്തെങ്കിലുമാണ് ഇപ്പോൾ മനസ്സിൽ പ്ലാന്. കാരണം വരച്ച സാധനമല്ല ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നിനക്ക് അവിടെ ഹൈറ്റ് കറക്റ്റ് അല്ലേ? അപ്പോൾ നിൻ്റെ അര വരെ ഓക്കെയാണ്. അപ്പോൾ അവിടെ ഈ കാണുന്ന ഒരു ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്സ്റ്റെയറിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫ്രണ്ടിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കും. നേരെ മറിച്ചിട്ട് എലിവേഷനിൽ കാണിച്ച പോലെ തന്നെ എലിവേഷൻ്റെ ഇതും കൂടി ഞാനിതിൽ ആഡ് ചെയ്യാം. എലിവേഷനിൽ പോലെ ഇത് ഒറ്റ സ്ലോപ്പ് മുകളിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പർപ്പസ് നടക്കില്ല. കാരണം ഇത്രയും വലിയ ഇത് എലിവേഷന് മാത്രമായിട്ടാണ് നമ്മൾ ആ മുകളിലേക്ക് ഇത്രയും ടൈൽ വർക്ക് ചെയ്യണത്, ടൈൽ റൂഫിംഗ് വർക്ക് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഹ്യൂജ് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മരപ്പട്ടിയും കാര്യങ്ങൾക്കും അടയിരിക്കാനുള്ളൊരു സ്പേസ് ആക്കി കൊടുക്കണേക്കാളും നല്ലത് അതൊന്നും കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതല്ലേ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെയാണ് അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇതിപ്പോൾ നേരെ സ്ലോപ്പ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന സ്പേസിൽ വേണമെങ്കിൽ മരപ്പട്ടിക്ക് എന്തിനൊക്കെ തമ്പടിക്കാട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇതിനേക്കാളും വലിയൊരു ഏരിയയാണ് ഓപ്പൺ ടെറസ്. അപ്പോൾ ഓപ്പൺ ടെറസിൽ അങ്ങനെ വരരുത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഏരിയ വേണമല്ലോ. ഈ ഫ്യൂച്ചറിൽ അവനൊരു ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ മിഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള സ്ഥലം അത്യാവശ്യം നല്ലൊരു ഏരിയ വേണം. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഇത്. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനത്തെ പണികളൊന്നും ഒരു ദിവസം കൊണ്ട് തീർക്കാനോട്ട് പറ്റൂല കേട്ടോ. ഇതിനൊക്കെ അതിൻ്റേതായ സമയം എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും സാധാരണ നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണ പോലെ ഇങ്ങനത്തെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഒരു മെയിൻ സ്ലാബ് അടിക്കണേക്കാളും പണിയാണ് ഈ ഒരു ഫ്രണ്ട് സൈഡ് ഈ ഒരു സാധനം അടിക്കാൻ. ഇത്രയും സ്ഥലം എനിക്കത് ചെരിച്ച് വാർക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലെയിൻ ആയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് വളരെ സിമ്പിളായിരുന്നു. അല്ലെങ്കിൽ ഈ സ്ലാബ് വാർത്തപ്പോൾ തന്നെ ഈ പില്ലർ പൊക്കിയിട്ട് ഫ്രണ്ടിലേക്ക് വാർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പണി ഒരിക്കലും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത വിശേഷങ്ങളായിട്ട് ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ വീണ്ടും വരാം. ഒരു ബായ് പറഞ്ഞോളാം. ആ.